ചൂടായ എണ്ണയിലേക്ക് കടുക് പൊട്ടിക്കുക. അതിന് ശേഷം കറിവേപ്പിലിട്ട് നന്നായി വേപ്പിലൊക്കെ നന്നായി അതിലേക്ക് ഇഞ്ചി പച്ചമുളകും അരിഞ്ഞതിട്ട് കൊടുക്കുക കേട്ടോ. വേപ്പിൻ്റെ ഇല, കടുക്, ഇഞ്ചി, പച്ചമുളക് അതാണ് ഇത്. ഇഞ്ചി നന്നായി മൂത്ത് വെക്കട്ടോ, പച്ചമുളക് ഇഞ്ചിയൊക്കെ. അപ്പം നമുക്കിതിൽ പുളി കുറഞ്ഞ ചൂടുവെള്ളം ആക്കിയിട്ട് അതിലേക്ക് പുളി ഇട്ട് വെക്കണം. ഞാൻ കഴിഞ്ഞ കൊല്ലം ഉണ്ടാക്കിയ പുളിയാണ് കൊല്ലം എടുത്തത്. അതാണ് നല്ല കറുത്ത പുളിയെങ്കിൽ. കൊല്ലത്തെ പുളിയാണെങ്കിലും അത് കറുപ്പ് കളർ ഉണ്ടാവില്ലല്ലോ, അപ്പം നല്ല കറുപ്പ് വേണമല്ലോ. അപ്പം നന്നായി മൂത്തണ് ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ഇട്ട കറിവേപ്പിലൊക്കെ. ഇനി ഇതിലേക്ക് നമുക്ക് ഈ പുളി ഒഴിച്ചു കൊടുക്കുക. ഇത് കണ്ടോ, കുറഞ്ഞ നല്ല കുരുവൊക്കെ കളഞ്ഞ പുളിയോനാണ് ഞാൻ കട്ടിയായിട്ട് കിട്ടും. അപ്പം അതിലേക്ക് ഒഴിച്ചിട്ട് ഇതിലേക്ക് നമുക്ക് നല്ല ശർക്കര കൊടുക്കുക. നമ്മളെ പുളി ഇതാ നന്നായിട്ട് ഇതങ്ങനെ പിഴിഞ്ഞിതാ കണ്ടോ, കുരുവൊന്നുമില്ലാത്ത പുളി കൊണ്ട് നല്ല നന്നായി പിഴിഞ്ഞെടുക്കാൻ കിട്ടും. അതങ്ങനെ പിഴിഞ്ഞെടുക്കുക. കുറുന്നനാവും ചെയ്യും. നമ്മളിതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് വേണ്ട ശർക്കര അച്ചിങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതിൻ്റെ പുളിയിഞ്ചി എല്ലാ കുട്ടികൾക്കും നല്ല ഇഷ്ടമാണ്, നല്ല മധുരം ഉണ്ടാവും. ശർക്കര നന്നായി തിളച്ചിട്ട് ഇങ്ങനെ ഉരുകി ഇതിൽ കുറുന്നനാവുന്ന വരെ നമ്മളിതിനെ വെയിറ്റ് ചെയ്ത് കാത്തു നിൽക്കണം കേട്ടോ. അപ്പം നമ്മളെ പുളിയിഞ്ചി ഇതാ തിളച്ച് നല്ല കുറുകി നല്ല മധുരവും നല്ല ടേസ്റ്റുള്ള പുളിയിഞ്ചി ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഒരു ഓഫാക്കി. ഇനി ഇതിലേക്ക് നമ്മൾ ഉലുവയും കടുകും വറുത്ത് പൊടിച്ചതില്ലേ അതിട്ട് കൊടുക്കുക കേട്ടോ. ഒന്ന് ഇളക്കി കൊടുക്കുക, നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കുറച്ച് കായം പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. അതൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പം നമ്മൾ പുളിയിഞ്ചി റെഡി ആയി കേട്ടോ. അത്രയുള്ള പുളിയിഞ്ചിയൊക്കെ ഇങ്ങനെ എൻ്റെ പുളിയിഞ്ചി ഇങ്ങനെയാണ്. ഇനി നിങ്ങളൊക്കെ എങ്ങനെ ഉണ്ടാക്കുക എനിക്കറിയില്ല, പക്ഷെ ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കും. പാത്രമൊക്കെ പെട്ടെന്ന് കാലിയാക്കി തരും മക്കൾ. ഇത് വെറുതെയും കോരി തിന്ന് കഴിച്ച് ചൂടാറിയതിന് ശേഷം നമുക്ക് കുപ്പിയിലാക്കി വെക്കാം.